കെ.ബി. ഗണേഷ് കുമാർ എന്നൊരു പ്രസ്താവന നടത്തി. അതായത് NSS സംഘടന ഉടൻ ഇല്ലാതാകും, അതായത് അവിടുത്തെ ഏകാധിപത്യ പ്രവണതയാണ് എന്ന്. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ഗണേഷ് കുമാറിനെ ബോർഡിന്റെ അംഗത്തിൽ നിന്ന് മാറ്റിയത്. അപ്പോൾ തന്നെ അംഗത്തിൽ നിന്ന് മാറ്റിയത് കൊണ്ട് NSS പൂർണ്ണമായും തകരും എന്നാണോ ഗണേഷ് കുമാർ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? ഗണേഷ് കുമാറിന് വന്നൊരു മാറ്റം എന്ന് പറയുന്നത് ഏകാധിപത്യം ഉണ്ടായാൽ അത് നശിക്കും എന്നുള്ള കാര്യത്തില് ഒരു ഉറപ്പ് വന്നിട്ടുണ്ട്. അപ്പോ എനിക്ക് തോന്നുന്നു പിന്നിലേക്ക് ചിന്തിച്ചിട്ടുണ്ടാകാം. കേരള കോൺഗ്രസ് ബി എന്ന പാർട്ടിക്ക് ഇപ്പോൾ അഡ്രസ് ഇല്ലാതെ പോയത് ഏകാധിപത്യം കൊണ്ടാണെന്ന് സ്വയം വിലയിരുത്തിയിട്ടുണ്ടാകാം. അതിനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ അംഗീകരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ കേരള കോൺഗ്രസ് ബിക്ക് എവിടെയാണ് അഡ്രസ് ഉള്ളത്? എവിടെയുമില്ല. ആകെ ഉണ്ടായിരുന്ന ഒരു MLA ഒരു മന്ത്രിയായിരുന്നു അദ്ദേഹം. ഈ പറഞ്ഞ 25 വർഷത്തെ പാരമ്പര്യമുള്ള മണ്ഡലത്തിൽ തന്നെ 8 നിലയിൽ പൊട്ടുകയും ചെയ്തു. അതുപോലെ അതിനുശേഷം ഓരോരോ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നു, NSS ബോർഡിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു, അങ്ങനെ പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ ഏകാധിപത്യപരമായ പ്രശ്നങ്ങളുടെ പിന്നിലുണ്ടാകുന്ന മറ്റ് സൈഡ് എഫക്ട്സ് ആണ്. ഞാൻ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ആർ ബാലകൃഷ്ണപിള്ളയുടെയും എന്റെയും തണൽ പറ്റിയവരാണ് ഇപ്പോൾ എനിക്കെതിരെ രംഗത്തിറങ്ങിയിരിക്കുന്നത്. വിരട്ടലൊന്നും വേണ്ട, കുറച്ചുകൂടി സ്നേഹവും ബഹുമാനവും ഒക്കെ ആകാം. അപ്പോൾ ഇദ്ദേഹം ഈ പറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്റെ അച്ഛന്റെ എച്ചിൽ നക്കി പക്ഷികൾ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് കേട്ടിട്ടാണ് ഒരു 2000-3000 വോട്ടുകൾ മറിഞ്ഞത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നിട്ട് പോലും അത് തിരുത്താൻ അദ്ദേഹം തയ്യാറാകുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഇപ്പോഴും പറയുകയാണ് ആർ ബാലകൃഷ്ണപിള്ളയുടെയും എന്റെയും തണൽ പറ്റി വന്നവരാണ് ഈ സംസാരിക്കുന്നത് എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഈ രാഷ്ട്രീയത്തിൽ ഒരുപാട് നേതാക്കളുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാര്യം എടുത്തു നോക്കാം, അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണന്റെ കാര്യം എടുത്തു നോക്കാം. ഇവരെല്ലാം വളർത്തിക്കൊണ്ടുവന്ന ഒരുപാട് രാഷ്ട്രീയ നേതാക്കളുണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടി സ്കൂൾ ഓഫ് പൊളിറ്റിക്സിൽ നിന്ന് വന്നതാണ് PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ. ഇവരെയൊക്കെ നോക്കിയിട്ട് ഉമ്മൻചാണ്ടി ഏതെങ്കിലും ഘട്ടത്തിൽ എന്റെ തണൽ പറ്റി വന്നതായി മരുന്ന് ഒരു കാലഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ഒരു ബേസിക് മാന്യതയും മര്യാദയും ഒരു പേഴ്സണാലിറ്റിയുടെ ഭാഗവും ഒക്കെയാണ്. പക്ഷേ കെ.ബി. ഗണേഷ് കുമാർ വിചാരിക്കുന്നത് ഈ നാട് കേരളം ഇങ്ങനെ പോകുന്നത് ഞാനും എൻ്റെ അച്ഛനും ഇവിടെ ജീവിച്ചിരുന്നത് കൊണ്ടാണ്, ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ആയത് എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ട്. ആ തോന്നൽ മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. കാരണം അത്രയ്ക്ക് ഒരു ദയനീയമായ പരാജയമാണ് അദ്ദേഹം നേരിടേണ്ടി വന്നത്. എന്തൊക്കെ ചെയ്തു. ഇപ്പോൾ നമ്മൾ ഈ പ്രചാരണ വേളയിൽ റാപ്പർ വേടനെ കൊണ്ട് വലിയ പരിപാടിയൊക്കെ നടത്തി, ഒരുപാട് ആൾക്കാർ ഇതിൽ പരിപാടിയിൽ പങ്കെടുത്തു. അപ്പൊ ഇതെല്ലാം വോട്ടാകുമെന്ന് പാവൻ സാറ് തെറ്റിദ്ധരിച്ചു. പക്ഷെ അതൊന്നും വോട്ടായില്ലെന്ന് മാത്രമല്ല, വലിയ നാണക്കേടാവുകയും ചെയ്തു. അപ്പോഴെങ്കിലും ഒരു തിരുത്തൽ നമ്മൾ വിചാരിക്കില്ലേ? ഇപ്പൊ നമുക്കൊക്കെ ഒരു അബദ്ധം പറ്റിയാൽ എന്തുകൊണ്ടായിരിക്കും നമുക്ക് അബദ്ധം പറ്റിയത്, അല്ലെങ്കിൽ നമ്മുടെ ആ തോൽവിയുടെ കാരണം എന്തായിരിക്കും? ഇതൊക്കെ ചിന്തിച്ചിട്ട് നമുക്കൊരു സൊല്യൂഷനിൽ എത്തില്ലേ? ഓക്കെ, ഇനി അങ്ങനെ ചെയ്യരുത്, തെറ്റാണെന്ന്. അങ്ങനെ പോലും അദ്ദേഹം ചിന്തിക്കുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വിഷമമുണ്ട്. ഇപ്പോ അവിടെ മത്സരിച്ച ജ്യോതികുമാർ ചാമക്കാലെ ഈ മരണ വീടുകളിൽ പോകുന്നതിന് വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ശവപ്പെട്ടിക്കടക്കാരന്റെ മനസ്സുമായ ഒരാൾ ഇവിടെ കറങ്ങിത്തിരിയുന്നു എന്നൊക്കെ. അപ്പോൾ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം അദ്ദേഹം മരണ വീടുകളിൽ കയറി ഇറങ്ങിയത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, മാറ്റങ്ങൾ മനുഷ്യന് നല്ലതാണല്ലോ. അത് എത്ര മോശപ്പെട്ട മനുഷ്യനോ കള്ളനോ കൊലപാതകിയോ സ്ത്രീ പീഡകനോ ആണെങ്കിൽ പോലും ഒരു മാറ്റം ഉണ്ടാവുകയാണ്. പശ്ചാത്തപിച്ച് ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ മോശമായിപ്പോയി, ഞാൻ ഇനി അങ്ങനെ ചെയ്യരുത് എന്നുള്ളൊരു കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നല്ലത് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇപ്പോഴും ശങ്കരൻ തെങ്ങ് തന്നെയാണ്. മാറ്റങ്ങൾ ഈ പറഞ്ഞ ബേസിക് സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ല. പഴയ ജന്മിയും ധാർഷ്ട്യക്കാരനും താനാണ് ദൈവം എന്ന് വിചാരിക്കുന്ന ഒരാൾ തന്നെയാണ് അദ്ദേഹം എന്ന് ഈ പരാമർശത്തിലൂടെ മനസ്സിലാവുകയാണ്. കെ.ബി. ഗണേഷ് കുമാറിന്റെ ക്യാരക്ടർ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, ഒന്നെങ്കിൽ തനിക്കെതിരെ വന്നവരെ തകർക്കും, അല്ലെങ്കിൽ അവർ തകരും എന്നുള്ളൊരു മൈൻഡാണ്. നമുക്കറിയാം, കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഉമ്മൻചാണ്ടിക്കെതിരെ അതേ ഒരു അത് ഇപ്പോഴാണ് ഉയർന്നു വരുന്നത്. ഇതിനി മുന്നോട്ട് പോയി നമുക്കറിയാം, അദ്ദേഹത്തിനെതിരെ ആര് വരുന്നു അതിനെതിരെ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, താനാണ് എന്തോ വലിയ സംഭവം എന്നുള്ളൊരു മൈൻഡ് ഇപ്പോഴും ഉണ്ട് കെ.ബി. ഗണേഷ് കുമാറിന്. പിന്നെ ഈ പ്രസ്താവനയുടെ ഇടയ്ക്ക് മുഖ്യമന്ത്രി V.D. സതീശനെ പൊക്കിയും പറയുന്നുണ്ട്, അദ്ദേഹം അങ്ങനൊന്നും പറയത്തില്ല, അദ്ദേഹം നന്മയുള്ളവനാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഒരു കോൺഗ്രസിലോട്ടൊരു ചാഞ്ചാട്ടം തോന്നുന്നുണ്ടോ ഈ കെ.ബി. ഗണേഷ് കുമാറിന്റെ ആ വാക്കിലൂടെ? തോന്നുന്നുണ്ടെങ്കിൽ അതൊരു വ്യാമോഹം മാത്രമായിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എത്രയെന്ന് വെച്ച് ചാടുന്നത്, ഇവിടുന്ന് ചാടിയില്ലേ അപ്പുറത്തോട്ട് പോയത്, അവിടുന്ന് ചാടി ഇനി തിരിച്ചു വന്നിട്ട് നാട്ടുകാർ തെറി വിളിക്കും. അതിനേക്കാൾ മിണ്ടാതെ അങ്ങനെ ഇരിക്കുന്നതാണ് നല്ലത്.
ഇനി സാധാരണ ചെറിയ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ച് ജ്യോതികുമാർ ചാമക്കാല സ്കൂൾ ഓഫ് പൊളിറ്റിക്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് ഫ്രം സീറോ ഒന്നുകൂടെ വരുന്നതാണ് കുറച്ചുകൂടി ഉത്തമം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ തോൽവിക്ക് ശേഷം അദ്ദേഹത്തിന് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. ഈ NSSനെ വിമർശിക്കുന്നു, NSSനെ കയറി അങ്ങ് ഭരിക്കാൻ നോക്കുന്നു, ഇടയ്ക്ക് അമ്മയുടെ പ്രസിഡന്റ് ആകാന്നൊക്കെ പറഞ്ഞു, അമ്മയെ ഞാൻ ഏറ്റെടുക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പ്രൈവറ്റ്, ഞാൻ തോറ്റപ്പോ പായസം വെച്ചവരാ പ്രൈവറ്റ് ബസ്സുകാര്, ഇനി ഞാൻ പായസം വെക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ സ്റ്റേറ്റ്മെന്റുകൾ നടത്തുന്നുണ്ട്. എന്തായാലും ആള് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ്. അതിന് നമ്മള് മനുഷ്യത്വപരമായിട്ട് ആലോചിക്കുമ്പോഴേ 25 വർഷം ഇരിക്കുന്ന ഒരു കസേര, ഇപ്പൊ ഞാൻ എന്നും രാവിലെ 25 വർഷമായിട്ട് ഞാൻ ഈ ഓഫീസിൽ ജോലി ചെയ്യാണെന്ന് വിചാരിച്ചോ, 25 വർഷമായിട്ട് ഞാൻ എന്നും ഒരേ കസേരയിൽ തന്നെയാണ് ഇരിക്കുന്നത്. ആ കസേര എങ്ങനെയാണെങ്കിലും നല്ലതാണെങ്കിലും മോശമാണെങ്കിലും പൊടി പിടിച്ചാലും എനിക്ക് ആ കസേര ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ 26ാമത്തെ വർഷം രാവിലെ എണീറ്റ് വരുമ്പോൾ ആ കസേരയിൽ ഒരാൾ എന്ന് പറഞ്ഞാൽ എന്റെ ശത്രു കയറി ഇരുന്നാൽ എനിക്ക് എന്തായിരിക്കും തോന്നുക? ഒരു വിഷമം തോന്നില്ല. അപ്പൊ ഞാൻ പറയുന്നത് ഗണേഷ് കുമാറിനെ നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം 25 വർഷമായിട്ട് തുടർന്ന് വന്നൊരു ശീലം അത് എങ്ങനെയാണ് പെട്ടെന്ന് മാറാൻ കഴിയുക? മാനുഷികമായിട്ട് ചിന്തിച്ച് അതൊക്കെ ബുദ്ധിമുട്ടാണ്. അതൊക്കെ മനസ്സിലാക്കി നമ്മൾ നേരത്തെ ഒരു ചർച്ചയിൽ രാഹുൽ രവീന്ദ്രൻ ചാമക്കാലയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് തൊട്ടടുത്തൊരു കസേര വല്ലതും സെറ്റാക്കി കൊടുത്ത് അവിടെ ഇരുത്തി വിഷമം മാറ്റണം എന്നുള്ള കാര്യം. എന്തായാലും ഇനി NSSനെ നന്നാക്കാൻ പുറപ്പെട്ടിട്ടുണ്ട്. പിന്നെ അപ്പുറത്തിരിക്കുന്നത് സുകുമാരൻ നായരാണ്. അദ്ദേഹത്തിന് കൃത്യമായിട്ട് കാര്യങ്ങൾ പറയാനും അറിയാം, ഇറക്കി വിടാനും അറിയാം. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ നടന്നാൽ നമ്മുടെ ബാലകൃഷ്ണപിള്ളയുടെ മകൻ KV ഗണേഷ് കുമാറും മുൻ മന്ത്രിയും മുൻ MLAയും മുൻ നടനുമായ KV ഗണേഷ് കുമാറിന് സമാധാനമായിട്ട് ജീവിക്കാന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായത്തിൽ ഗണേഷ് കുമാർ ഈ രാഷ്ട്രീയമൊക്കെ വിട്ടിട്ട് പഴയ സിനിമാ മേഖലയിലേക്ക് പോകുന്നത് തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നു. ഇതുവരെ ആ ഒരു എപ്പ പറഞ്ഞ പോലെ കുറെ വർഷം ഇരുന്നതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ ജനങ്ങൾ ഇറക്കി വിട്ടതല്ല, വേറെന്തോ കാരണം കൊണ്ടാണ് എന്നൊക്കെയാണ് ഒരു ചിന്ത. എന്തുവാന്ന് അദ്ദേഹത്തിന് തോൽവി അംഗീകരിച്ചിട്ടില്ല. അദ്ദേഹം പറയുന്നത് 7000 വോട്ടുകൾ ജ്യോതികുമാർ ചാമക്കാല ഇവിടെ നിന്നോ പർച്ചേസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ തോറ്റതാണോ? അല്ല. അതുകൊണ്ട് ഇത് തോൽവിയല്ല. അദ്ദേഹം സ്വന്തം തോൽവി പോലും അംഗീകരിച്ചിട്ടില്ല. അപ്പൊ എന്തൊക്കെയോ ഇപ്പൊ പറയുന്ന പോലെ തിരിച്ച് സിനിമാ മേഖല അല്ലെങ്കിൽ അമ്മയെ രക്ഷപ്പെടുത്താൻ തിരിച്ചു പോയാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും, നാടിനെങ്കിലും സമാധാനം ഉണ്ടാവും. ഇപ്പൊ ജ്യോതികുമാർ ചാമക്കാലയെ ചൊറിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ച് ഓരോ പരാമർശങ്ങൾ തിരിച്ചു നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കുക എന്നൊക്കെ ഉള്ളത് സ്വന്തമായിട്ട് വിവേകപൂർവ്വം ചിന്തിച്ചെടുക്കേണ്ട കാര്യമാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഏകാധിപത്യം കാണിച്ച് കേരള കോൺഗ്രസ് ബിയെ നശിപ്പിച്ചല്ലോ. ഇനി എത്ര പേരുണ്ടാവും? ഒരു ഓട്ടോയിൽ കയറാനുള്ള ആള് മാത്രമേ ഇനി കേരള കോൺഗ്രസ് ബിയിൽ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിശ്വസ്തരായ പലരും അതിൽ നിന്ന് കൊഴിഞ്ഞു പോയിരിക്കുന്നു. കാരണം ഇദ്ദേഹത്തെ ടോളറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ അത്രയും അടിമത്ത മനോഭാവമുള്ള മനുഷ്യരായിരിക്കണം. കാരണം അദ്ദേഹം അത്ര ഭയങ്കര ഡോമിനന്റ് ആയിട്ടാണ് ആൾക്കാരെ കാണുന്നത്, അല്ലെങ്കിൽ ആൾക്കാരുമായിട്ട് ഡീൽ ചെയ്യുന്നത്. അവരെന്തോ കുറഞ്ഞ ആൾക്കാരാണ്, ഇവർക്ക് പ്രജകളാണ്, ഞാനാണ് രാജാവ്, ഞാൻ പറയുന്നുള്ളൂ ഇവർക്ക് കേൾക്കണം, അല്ലെങ്കിൽ ധാർഷ്ട്യത്തിന്റെ മുഖമായിരിക്കുക. ഇപ്പൊ ഈ KV ഗണേഷ് കുമാറൊക്കെ മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ പിണറായി വിജയൻ അങ്ങോട്ട് മാറി നിന്നേനെ. പിണറായി വിജയൻ അയ്യോ സോറി കേട്ടാ എനിക്ക് ഇത്രയും ധാർഷ്ട്യം കാണിക്കാൻ പറ്റില്ല എന്ന് പിണറായി വിജയൻ പറയേണ്ട ഒരു സാഹചര്യം വന്നേനെ. അപ്പോൾ ഈ പറയുന്ന പോലെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് സാറ് ഒഴിഞ്ഞു നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കണം. ഇനി തിരിച്ച് സിനിമാ മേഖല അല്ലെങ്കിൽ അമ്മയുടെ ഉദ്ധാരണം അതിപ്പോ എന്തായാലും നശിച്ച് നാറാണക്കല്ലെടുത്ത് കിടക്കുകയാണല്ലോ. അവിടെ പോയി കുറച്ച് വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തി അവരെ തിരിച്ചു കൊണ്ടുവന്നാൽ കുറച്ചുകൂടെ എത്തുമായിരിക്കും. ഇപ്പൊ KSRTC അങ്ങ് ലോകോത്തര നിലവാരത്തിൽ എത്തിച്ചു എന്നല്ലേ പറയുന്നത്. അപ്പൊ ഇനി താരസംഘടനയും കൂടെ ലോകോത്തര നിലവാരത്തിൽ എത്തിക്കട്ടെ. ഈ ഹോളിവുഡ് നടന്മാരും നടിമാരും ഒക്കെ മാറി നിൽക്കട്ടെ. ഇനി നമ്മുടെ മലയാള സിനിമ, അല്ലെങ്കിൽ മലയാള സിനിമ അടിപൊളിയാണ്, എന്നാൽ ഈ താരസംഘടനയുടെ പേരിൽ ലോക സിനിമ അറിയപ്പെടുന്ന ഒരു കാലം ഗണേഷ് കുമാർ വഴി ഉണ്ടാകണം.